ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാ നമ്മളിപ്പം മൈസൂർ റെയിൽവേ മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുന്നതാണ്. മ്യൂസിയത്തിലേക്ക് കയറിയ പാടും തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മിനിയേച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട രസം അത് കാണാൻ നോക്ക്. ആ ഒരു ബിൽഡിങ്ങും റെയിൽവേ പാളവും ട്രെയിനും മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തൊക്കെ കാണാൻ തന്നെ കിടിലനാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു കാഴ്ച ഇതാണ്. അവിടുന്ന് നേരെ ഉള്ളിലേക്ക് ഇനി കയറുന്നതാണ്. അപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ ട്രെയിനിൻ്റെ ഓരോ ആദ്യത്തെ ഒരു 1815 1885 ഉണ്ടാക്കി വെച്ച ഓരോ ട്രെയിനിൻ്റെ ഓരോ രൂപങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് കയറി ചെല്ലുന്നത് തന്നെ. ഇതൊക്കെ ട്രെയിനിൻ്റെ ആ സ്റ്റോപ്പറും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ട്രാക്ക് ചേഞ്ച് ചെയ്യുന്നതും അതിൻ്റെയൊക്കെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളിലേക്കുണ്ട്. അപ്പം നമുക്ക് നേരെ ഉള്ളിലത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, ട്രെയിനിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാൻ. നമ്മൾ മൈസൂരിൽ രാവിലെ തുടങ്ങിയ യാത്രയാണ്. ആദ്യം തന്നെ മൈസൂർ പാലസ് ഉണ്ട്. ഒരു ഉച്ചയായപ്പം മൈസൂർ സൂ, അവിടെ ഒരു 4-5 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ തന്നെ ചിലവഴിച്ച് പിന്നെ ഫുഡും കഴിച്ച് ഇതിപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഈ റെയിൽവേ മ്യൂസിയത്തിലേക്ക് വന്നത്. ഇവിടെ കയറിയ പാടും തന്നെ നല്ല തണുപ്പും നല്ല ശാന്തമായിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ. ഇതുണ്ട്, ഇങ്ങനെ നമുക്ക് കുറേ നേരം ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആദ്യ കാലത്തുണ്ടായിരുന്ന ആ ട്രെയിനിൻ്റെ കുറേ കാഴ്ചകളും എല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു കിടിലൻ ഏരിയ ആണ് കേട്ടോ ഇത്. അതേ സമയത്ത് തന്നെ നമുക്കിവിടെ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തീവണ്ടി യാത്രയും കൂടെ ഇവിടെ നടക്കും കേട്ടോ. അതിന് സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന ആ ഒരു ചാർജിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നവർ ആദ്യത്തെ ടിക്കറ്റ് കളയരുത്. അതിവിടെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു ചെറിയ തീവണ്ടിയിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അന്ന് കാലത്ത് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ട്രെയിന്, പിന്നെ ഗുഡ്സ് ട്രെയിന്, അങ്ങനത്തെ എല്ലാ ട്രെയിനിൻ്റെയും ഓരോ രൂപങ്ങളൊക്കെ ഇവിടെയുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കി അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മളിവിടെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അറിയാം അതിൻ്റെ ഒരു ആ ഇരുമ്പിൻ്റെയൊക്കെ ഒരു പവറും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഓരോ റൂമുകളായിട്ട് കുറേ ചുമർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഈ ഒരു റെയിൽവേ മ്യൂസിയത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ട്രെയിനിൻ്റെ രൂപത്തിലുള്ളൊരു കഫേയും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കഴിക്കാൻ പറ്റും. നമ്മളും കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു പരിപാടിയാണ്. ഇതുണ്ട്, ആ ഒരു ട്രെയിനൊക്കെ കാണാൻ തന്നെ അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ കയറിയവിടെ നമുക്ക് എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ള കറക്റ്റ് ഒരു റൂട്ട് മാപ്പും കാര്യങ്ങളും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് കണ്ടോ, ബിൽഡ് ചെയ്ത് 1885 ഉണ്ടാക്കിയതാണ്. ഇവിടെ കാണുന്ന ഈ ഓരോ ട്രെയിനുകളിലും നമുക്ക് വേണമെങ്കിൽ കയറാം. അതിൽ തൊടാൻ പാടില്ല, അങ്ങനത്തെ ഒന്നുമില്ല. ചില സാധനങ്ങളിൽ മാത്രമേ തൊടാൻ പാടാത്തുള്ളൂ. ബാക്കി ഇതേപോലുള്ള ട്രെയിനിലൊക്കെ നമുക്ക് കയറിയിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇതുണ്ടോ, ആ ഇരുമ്പിൻ്റെ ഒക്കെ ഒരു പവർ കണ്ടോ. ആ സമയത്ത് 1885 ബിൽഡ് ചെയ്ത ഈ ഒരു ഐറ്റംസിൻ്റെ ഒക്കെ ഒരു പവർ നോക്ക്.
ഇതുണ്ടോ, ഇങ്ങനെ ഈ ട്രെയിനിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഒരുപാട് പേരിങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതൊരു വേറെ ഫീൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറേ നേരം നിൽക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. നല്ല കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. ഇതുണ്ട്, ആ പാളത്തിൽ കൂടെ ഓടുന്നൊരു കാറുണ്ട്. അതെന്താണെന്നറിയില്ല, നമ്മൾ പോയ സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ട് അവർ നന്നായിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയൊക്കെയാണ്. ഈ ഒരു ട്രെയിനിൻ്റെ ഓരോ രൂപങ്ങൾ കാണാൻ തന്നെ രസമാണ് കാണാൻ. ആ ഒരു സമയത്തൊക്കെ ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു ട്രെയിനും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ. ഇതാണ് സെൻട്രൽ പാർക്ക്. ഇവിടെയാണ് നമുക്ക് ട്രെയിൻ കയറിയിട്ട് യാത്ര ചെയ്യാനുള്ളത് കേട്ടോ. ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കിയതിൻ്റെ അടിപൊളിയല്ലേ കാണാൻ. ഇവിടെ ഇതൊന്നല്ല കാഴ്ചകൾ, ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ പണ്ടത്തെ ആ രാജ്ഞിമാരൊക്കെ സഞ്ചരിച്ച ട്രെയിനിനൊക്കെ കാണാമായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കയറി കണ്ട്, പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് ഫോണൊന്ന് ഓഫായിപ്പോയി. എന്നിട്ട് ആ കഫേയിൽ നിന്ന് കുറച്ച് ചാർജ് ചെയ്തിട്ട് എടുത്തതാണ് വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ട് ഇനി തിരിച്ച് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. ഇതുണ്ടോ, അങ്ങനെ കുറേ നേരത്തെ കാഴ്ചകൾ കണ്ട് ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങുന്നതാണ് ഗൈസ്. ഇതൊക്കെ നമ്മൾ മൈസൂർ ടൗണിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഓരോ സ്ഥലങ്ങളാണ് കേട്ടോ. മൈസൂർ റെയിൽവേ മ്യൂസിയമൊക്കെ. അപ്പോൾ മൈസൂരൊക്കെ വരുന്നവർ എന്തായാലും ഇങ്ങോട്ട് വരിക.